ഇപ്പോൾ അൻവർ മത്സരരംഗത്തെത്തിയിരിക്കുകയാണ്. അവിടെ അപ്പോൾ UDF-ന്റേതാണോ വോട്ട് പറയുക, LDF-ന്റേതാണോ വോട്ട് പറയുക, എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത് അൻവറിന്റെ മത്സരം? ഇല്ല, ചില മാധ്യമങ്ങളടക്കം ഇതിനോടകം തന്നെ അൻവർ പിടിക്കുന്നത് UDF-ന്റെ വോട്ടാണെന്നൊരു പ്രചരണം കൊടുക്കുന്നു. ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ LDF പ്ലസ് അൻവർ പ്ലസ് അന്ന് രാഷ്ട്രീയമായി LDF-ന് അനുകൂലമായ തരംഗം 99 സീറ്റ് സംഭാവന ചെയ്തപ്പോൾ 2700 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അന്നേരം അൻവറിന് വോട്ടുണ്ടെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ട് LDF-ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് UDF-ൽ നിന്ന് മൈനസ് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലും കേവലം 2700 വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇന്ന് രാഷ്ട്രീയം മാറി, ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരം നിൽക്കുന്നു. അന്നേരം അൻവർ ശരി, അൻവർ ആ വോട്ട് ഇപ്പുറത്ത് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നു, ഭൂരിപക്ഷം കൂടിയനേമെന്നുള്ളത് പറയാം. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും LDF-ന്റെ വോട്ടിലാണ്. അത് 2016-ലും 2021-ലും LDF-ന് വേണ്ടി അൻവർ ഡെലിവറി ചെയ്ത വോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അൻവർ പിടിച്ചു മാറ്റുന്നത്. LDF-ന്റെ സഹയാത്രികനാണ്, പിടിക്കാൻ പോകുന്ന LDF-ന് കിട്ടിയ വോട്ടാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മാറുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ്. ഇനിയും അൻവർ പറയുന്നത് പോലെ അൻവർ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സമയത്ത് വിശ്വസിക്കുന്നത്? നാളെ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സാധു മനുഷ്യനെ ഇവരെത്രത്തോളം പറ്റിച്ചെന്നാണ് ഇന്നലെ എനിക്ക് തോന്നിയത്. കാരണം ഒരു ബൂത്തിലേക്ക് 3 ലക്ഷം രൂപ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം എങ്ങനെ അടിച്ചു മാറ്റി? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കറിയാം, അതിൻ്റെ 10-1 പോയിട്ട് ഇതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല പലപ്പോഴും. അത് അത്രയുമൊന്നും, അതൊക്കെ വളരെ വളരെ കൂടുതൽ, 10-1 പോയിട്ട് 5-1 വേണ്ടി വരത്തില്ല. പക്ഷേ അന്നേരം അൻവർ എന്ന അദ്ദേഹം ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ പാപ്പരാക്കിയത് അന്നേരം തീർച്ചയായിട്ടും 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ പൈസ വെച്ച്, ഈ തോത് വെച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളി, അല്ലെങ്കിൽ ആ ചിലവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുള്ളിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കാം. അതിലുപരി ഇന്നലെ രാവിലെ പറഞ്ഞ ആൾ ഇന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ 260-ൽ പരം ബൂത്തുകളുണ്ട്. അന്നേരം ഒറ്റ രാത്രി കൊണ്ട് 8 കോടി രൂപ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പരസ്യമായി പറഞ്ഞതാണ് 8 കോടി രൂപ, 3 ലക്ഷം രൂപ ഒരു ബൂത്തിന് വേണം. അന്നേരം 260 ചെല്ലുവാനും വരുമ്പോൾ 8 കോടി രൂപ വേണം. അത് ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ മാന്ത്രിക വിദ്യ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കൊക്കെ ചോദിക്കുമല്ലോ. ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ചിലവാക്കാൻ പറ്റുന്ന 35 ലക്ഷം രൂപ എന്താണ്? അന്നേരം 8 കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് പറയുന്നത് അബദ്ധസഞ്ചാരമാണ്. അൻവറിന് ഇനിയും വീണ്ടും വിചാരവും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.